ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേയ്സ് ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 2 ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എനിക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ അതായത് ഇപ്പോൾ ഈ ഫസ്റ്റിൽ നിങ്ങൾ കണ്ടുപോകുന്ന ക്ലിപ്പുണ്ടല്ലോ, അത് ഡേ 2 ആണ് കേട്ടോ. ഞാനൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്ലിപ്സ് തമ്മിൽ സ്വാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഡേ 2 ആദ്യം കാണിച്ച് പിന്നെ ഡേ 1 പിന്നെ ഡേ 2 അങ്ങനെയായിട്ട് ഈ ഒരു വീഡിയോ മുന്നോട്ട് പോകുന്നത്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞു എന്നുള്ളൂ. കാരണം ഞാനിവിടെ ഡേ 2 പിന്നെ ഡേ 1 എന്ന് മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ 1 എനിക്ക് കാര്യമായിട്ട് കുറച്ച് ഓർഡേഴ്സ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. പോളറോയിഡ്സിൻ്റെ പിന്നെ കുറച്ച് വിൻറ്റേജിലുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം മൊത്തയ്ക്ക് ആ ഒരു പാക്കിങ് മേൽക്കാണ്ട് പോയി. അതായത് പോളറോയിഡ്സ് കട്ട് ചെയ്യൽ, പാക്ക് ചെയ്യൽ, പിന്നെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ ഒരു കാർഡ് ചെയ്യാൻ, ഒരു മിനി ബുക്ക്. അപ്പോൾ മൊത്തം അതുമ്പോൾ തന്നെ ആയിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ. അപ്പോൾ എനിക്കത് വേറെ ക്ലിപ്സ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പോളറോയിഡ് പാക്കിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് ഞാൻ അന്ന് ഷൂട്ട് ചെയ്ത് വെച്ച് പിന്നെ ഞാൻ പിറ്റേ ദിവസമായിരുന്നു, അതായത് ഡെസ്കിന് മെസ്സായി എടുക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഷൂട്ട് ചെയ്ത് പോകാം. അപ്പം അങ്ങനെയായിരുന്നു ഡേ 2 ഷൂട്ട് ചെയ്തത്. പക്ഷേ ഡേ 1 അതായത് വീഡിയോ ഫസ്റ്റായിട്ട് ആ പോളറോയിഡ് പാക്കിങ് വെച്ച് തുടങ്ങുമ്പോൾ എനിക്ക് എന്തോ ഒരു നാക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സ്വാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വെറൈറ്റി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഡെസ്കിന് മുമ്പത്തെ കോലം കണ്ടല്ലോ, ഞാൻ തലേ ദിവസം ഇരുന്നിട്ട് അതായത് ഈ എൻ്റെ മൈ ജേണലിൽ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് പോവുകയായിരുന്നു. അതിൽ കുറച്ച് ചെയ്ത്, അതായത് 2-3 ഫോട്ടോസ് ചെയ്ത് പിന്നെ ലാസ്റ്റ് ആ ഒരു എഡിൻബറയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു, സ്കോട്ട്ലാൻഡ്. ആ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഏതോ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തോട്ടയ്ക്ക് വെച്ച് അപ്പോഴാണ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി വിളിച്ചത്. പിന്നെ ഫുഡ് കഴിക്കാൻ താഴെ ഇറങ്ങിക്കഴിഞ്ഞ് ഫുഡ് കഴിച്ച് മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇരിക്കാൻ തോന്നില്ല. പിന്നെ ഫോണിൽ റീൽസ് എന്തെങ്കിലും കണ്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ അതവിടെ വെച്ച് നിർത്തി. പിന്നെ ഡെസ്കും ക്ലീൻ ചെയ്യാൻ നിന്നില്ല, ഒന്നിനും നിന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് കേട്ടോ ഫസ്റ്റിൽ കണ്ടത്. ഇപ്പോൾ കുറേ പുതിയ സാധനങ്ങൾ ഡെസ്കിൽ വന്നതുകൊണ്ട് ഡെസ്ക് ആകെ നിറഞ്ഞു നിൽക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ തോന്നുക. അതായത് ആകെ ഇപ്പോൾ എല്ലാതും നീക്കിയിട്ട് വേണം ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി തുടക്കാൻ. എന്നും പൊടിയും കാര്യങ്ങൾ വരും, കാരണം വിൻഡോസ് ഓപ്പൺ ആക്കി ഇടുന്നത് കൊണ്ട് എപ്പോഴും ഇങ്ങനെ പൊടികളായിരിക്കും. അപ്പോൾ ഇപ്പോൾ കുറേ സാധനങ്ങൾ നീക്കി ഇങ്ങനെ എനിക്ക് എന്തോ പോലെ തോന്നുന്നത്. അതായത് എനിക്കൊരു മിനിമലായിട്ടുള്ള ഡെസ്ക്കാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ ഒരു ഇത്. അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഒരു മിനിമൽ സെറ്റപ്പ് ഒക്കെ ചെയ്താലോ എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതായത് ഇന്നാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഏകദേശം ഒരു 4-5 ദിവസമായി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഞാനത് ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനൊരു മിനിമൽ തീമിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മറ്റേത് എല്ലാതും കൂടെ ഡെസ്കിൽ വെച്ച് കഴിഞ്ഞാൽ ആകെ ഡെസ്ക് ഒരു എന്താ പറയുക ഒന്നായിട്ട് നിൽക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എൻ്റെ പെൻ ഹോൾഡറിൽ ആദ്യത്തെ പെൻസ് കുറച്ച് മാറ്റി വെക്കാം. അതായത് ഒരു 3-4 മാത്രം വെച്ച് കൊടുത്താൽ കുറച്ച് മിനിമലായിട്ട് നിൽക്കില്ല ആ ഒരു പെൻ ഹോൾഡർ. അങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതിലെ ഈ ഒരു ഹൈലൈറ്റേഴ്സും ഇതിലത്തെ ഒരു 3 ഷെയ്ഡ്സ് മാത്രം ആ ഒരു ഫസ്റ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മീഷോയിലൊക്കെ കിട്ടുന്ന വേറൊരു തരം ഹൈലൈറ്റർ ഉണ്ടല്ലോ, അത് എൻ്റെ വീഡിയോയിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിൽ അത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് 3 മാത്രം കേട്ടോ. കുറച്ച് നല്ല ബെറ്റർ ആയിട്ടുള്ള നല്ല ഷെയ്ഡ്സ് മാത്രം ഇതിൽ വെച്ച് കൊടുക്കാം, എന്നാൽ നല്ല ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഈ ഒരു 3 ഷെയ്ഡ്സാണ് കേട്ടോ അതിൽ വെക്കുന്നത്. പിന്നെ താഴത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു 3 പെൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു വൈറ്റ് തീമിൽ വരുന്നത്. വൈറ്റ് എപ്പോഴും ഒരു മിനിമൽ ആസ്തറ്റിക്സിന് ഭയങ്കര മാച്ചായിട്ടുള്ള കളറാണെന്നെങ്കിൽ തോന്നും. വൈറ്റും ബേജും ഒക്കെ മിനിമൽ ആസ്തറ്റിക്സിന് നല്ല മാച്ചാണ്. അപ്പോൾ അത് വെച്ച് നോക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരു കുട്ടി കോമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, താത്തയുടെ ഡെസ്കിൽ ഫുള്ള് വൈറ്റ് ആൻഡ് ബ്രൗൺ ആണ്, ഒരു പിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പിങ്ക് ഇഷ്ടമല്ല കേട്ടോ. പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിങ്കും. ഇപ്പോൾ ഞാൻ അത്ര പിങ്കിൻ്റെ ആളല്ല. എനിക്കധികം ബ്രൗണ്, ബേജ്, വൈറ്റ് അങ്ങനത്തെ കളേഴ്സിനോടാണ് ഒന്നുകൂടെ താല്പര്യം. അത് വിചാരിച്ച് പിങ്ക് കളറിൽ വരുന്ന സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ട് പിങ്ക് തീമിൽ വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അധികമായിട്ട് ഡെസ്കിൽ പിങ്ക് ആയിട്ടുള്ള സാധനങ്ങൾ വെക്കുന്നതിനോട് എനിക്ക് അത്ര ഒരു താല്പര്യമില്ല. ചില പിള്ളേരുടെയൊക്കെ, അതായത് ഇങ്ങനെ ഫോറിനേഴ്സിൻ്റെയൊക്കെ ചില ആൾക്കാരുടെ ഡെസ്ക്കാണ് ഫുള്ളായിട്ട് പിങ്ക്, അല്ലെങ്കിൽ ചിലർക്ക് ഫുള്ളായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ചിലർക്ക് ഫുള്ളായിട്ട് ബ്ലാക്ക്. അതായത് ഒരു കളറിൽ തന്നെ ഒബ്സസ്ഡ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കെന്തോ അങ്ങനെ ചെയ്യുന്നതിനോട് വലിയൊരു താല്പര്യമില്ല. എല്ലാ കളേഴ്സും, അതായത് ലൈറ്റ് ഷെയ്ഡ്സ്, എല്ലാ കളേഴ്സിൻ്റെയും ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു തീമിൽ ഇങ്ങനെ പോകണം.
അപ്പോൾ എൻ്റെ ഡെസ്കിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ എല്ലാ കളേഴ്സും മീൻസ് കുറച്ചധികം കളേഴ്സൊക്കെ കാണാൻ കഴിയും. പക്ഷേ ഒക്കെ അങ്ങനെ ഡാർക്ക് മീൻസ് അതായത് ഒക്കെ അങ്ങനെ നല്ല കുത്തുന്ന കളേഴ്സ് അല്ലല്ലോ, ഒക്കെ ഒരു ലൈറ്റ് കളേഴ്സ് അല്ലേ. എല്ലാത്തിപ്പോൾ വയലറ്റ് ആയാലും പിന്നെ എന്താ പറയുക റെഡ് ആയാലും എന്തായാലും എല്ലാ കളേഴ്സും ഒക്കെ ഇതിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ. എനിക്ക് അങ്ങനെ ഒരു കളർ പാലറ്റിനോടാണ് കേട്ടോ താല്പര്യം. അല്ലാണ്ട് ഒറ്റ കളറിൽ തന്നെ ഒബ്സസ്ഡ് ആയിട്ട് ചെയ്യാനും എനിക്കെന്തോ ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ഡെസ്കിൽ നിങ്ങൾക്ക് കാണാമല്ലോ എല്ലാ കളേഴ്സും. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഈ ട്രാൻസ്പെറൻറ്റ് പെൻ ഹോൾഡറും ഇതൊന്ന് സോർട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ. ഞാൻ ഇതിൽ അതായത് ഈ ഒരു സ്റ്റേഷനറീസിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്ത സമയത്ത് കുറേ സാധനങ്ങൾ അതിലിട്ട് വെച്ചിട്ട് പിന്നെ അത് അതുപോലെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു, ഒന്നും മാറ്റിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങൾ മാത്രം ആക്കിയിട്ട് വെച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിലും അതിലും കുറേ നിറഞ്ഞു നിൽക്കുന്ന പോലെ ഇങ്ങനെ തോന്നും. പിന്നെ വേറെ അതായത് പെഗ് ബോർഡിൻ്റെ ആക്സസറീസ് 2 ഉണ്ട്, പെൻസ് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത്. ഒന്ന് ഈ ഒരു കളേഴ്സ് ഇട്ട് വെച്ചത് കണ്ടോ, ഇതും പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ബാക്കിയുള്ള കളേഴ്സ് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എപ്പോഴും പെഗ് ബോർഡിൽ തന്നെ വെക്കാം. പക്ഷേ ഇങ്ങനെ വീഡിയോയിൽ ഒക്കെ കൂടെ കാണിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന പോലെ നിങ്ങൾക്കും തോന്നും എനിക്കും തോന്നും. അപ്പോൾ ആവശ്യത്തിനുള്ള കളേഴ്സ് മാത്രം നമ്മുടെ കയ്യെത്തും ദൂരത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് ഈ ഒരു പെഗ് ബോർഡിൻ്റെ ആക്സസറീസിലും ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ തന്നെ ഞാൻ അതായത് അന്നൊരു സ്റ്റേഷനറിയുടെ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അന്ന് ആ ഒരു വീഡിയോയിൽ ഈ പെന്നും പെൻസിലും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ഇങ്ങനെ കാണിച്ചു പോവുകയേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ ഒന്നും അതായത് സ്വാച്ചസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോയിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം, അതായത് ഓരോന്നിൻ്റെ പെന്നിൻ്റെയും അതുപോലെ ഈ ഹൈലൈറ്റേഴ്സിൻ്റെയും പെൻസിലും ഒക്കെ ഒന്നിങ്ങനെ യൂസ് ചെയ്യുന്ന രീതിക്ക് കാണിച്ചിട്ടാന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് മുമ്പ് ആദ്യം ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പെൻ ഹോൾഡർ കണ്ടോ, ഇതിലും ഞാൻ കുറച്ച് സാധനങ്ങൾ ഇട്ട് വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പെന്നും പെൻസിലും ആയ പോലെയൊക്കെ തോന്നുന്നുണ്ട്. എൻ്റെ അനിയത്തി പറയുന്നുണ്ട് എനിക്കൊരു സ്റ്റേഷനറി ഷോപ്പ് തുടങ്ങാനുള്ള സാധനങ്ങളുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ എന്ന് പറയേണ്ടത്. സംഭവം എന്നെ കളിയാക്കിയതാണെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ വിചാരിച്ച് കുറച്ച് സാധനങ്ങളും കൂടെ കയ്യിൽ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ വിചാരിച്ച് ആ സാധനങ്ങളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ കൂടെ ഞാൻ എവിടെ വെക്കും എന്നുള്ളൊരു ചിന്തപ്പെങ്കിൽ ഇങ്ങനെ ഉണ്ട്. കാരണം ഇപ്പോൾ റൂം നിറഞ്ഞു നിൽക്കുന്ന പോലെയാണ്. റൂമിൽ കുറച്ച് സാധനങ്ങൾ ഉള്ളൂ എന്നുണ്ടെങ്കിൽ റൂം ഭയങ്കര മിനിമലായിട്ട് തോന്നും. എന്നാൽ റൂമിൽ കുറേ സാധനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും റൂം ഭയങ്കരമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നും. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ റൂമിൽ ഇപ്പോൾ 2 ഡെസ്ക് ഉണ്ട്, ഒന്ന് കോളേജിൻ്റെ ആവശ്യങ്ങൾക്കും ഒന്ന് ഇങ്ങനത്തെ എൻ്റെ ഒരു എസ്തറ്റിക്സിലുള്ള ഒരു ഡെസ്ക് സെറ്റപ്പിലും. അപ്പോൾ ഈ ഒരു ഡെസ്കിൽ ആദ്യം കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളായിരുന്നു, അപ്പോൾ കുഴപ്പമില്ല, റൂമിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു മിനിമൽ വൈബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡെസ്ക് നിറഞ്ഞിട്ടുണ്ട്, എൻ്റെ കോളേജിൻ്റെ ഡെസ്ക് നിറഞ്ഞിട്ടുണ്ട്, പിന്നെ ബെഡിൽ കുറേ സാധനങ്ങൾ ലൈക്ക് ഈ പപ്പീസ് കാര്യങ്ങൾ അങ്ങനത്തെ പില്ലോസ് ഇതൊക്കെ ആയിട്ട് അതും. അപ്പം എങ്ങനെ വിചാരിച്ചു ആ കൂടെ റൂം കണ്ട് നിറഞ്ഞു നിൽക്കുന്ന പോലെ റൂമിൽ കയറുമ്പോൾ തന്നെ എന്തോ ഒരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യും. ചിലപ്പോൾ തോന്നും ഡെസ്കിന് താഴെയായിട്ട് കുറേ ഡ്രോയേഴ്സ് വേണമെന്ന് ഇങ്ങനെ തോന്നും. എൻ്റെ തന്നെ ആകെ ഒറ്റ ഡ്രോയറേ ഉള്ളൂ, അതിലാണെങ്കിൽ എല്ലാം കൂടെ കൊള്ളത്തില്ല. അപ്പോൾ ബാക്കി ഐറ്റംസ് എല്ലാം ഇങ്ങനെ കാണുന്ന രീതിക്ക് വെക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കര മെസ്സായിട്ടൊന്നുമല്ല, പക്ഷേ കുറേ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പോലെ ഇങ്ങനെ തോന്നും. ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വൈബും. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ആ ഒരു വൈബൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഡെസ്കിൽ എപ്പോഴും കാണുന്നത് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പെൻ ഹോൾഡർ, പിന്നെ ഈ ഒരു ക്ലിയർ ആയിട്ടുള്ള ആ ഒരു ആക്രലിക് പെൻ ഹോൾഡറും, പിന്നെ ഈ ഒരു അതായത് ആ ഒരു പപ്പിയുടെ ചിത്രം വരുന്ന ഒരു ആക്രലിക് പെൻ ഹോൾഡർ. ഈ സാധനങ്ങളാണ് ഡെസ്കിൽ എപ്പോഴും കാണാറുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് മിനിമലായിട്ട് അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പെഗ് ബോർഡിൽ വരുന്നത് പിന്നെ അത് പെഗ് ബോർഡിന് മുകളിലായിട്ട് ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നത്, അതിലും കുഴപ്പമില്ല. പിന്നെ പെഗ് ബോർഡിൻ്റെ വേറൊരു ആക്സസറി ഉണ്ട്, ഒരു 3 കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നത്, അതിലാണ് കുറേ പിന്നെ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പിന്നെ അങ്ങനെ അത് ഞാൻ എൻ്റെ വൈറ്റ് ഓർഗനൈസറിൻ്റെ സൈഡിലായിട്ടാണ് വെച്ച് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ വല്ലാണ്ട് പെട്ടെന്ന് നമ്മൾ അതായത് ഒറ്റതിൽ നമ്മൾ ഡെസ്കിൽ നോക്കുമ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് ക്യാച്ച് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അതായത് തിങ്ങി നിറഞ്ഞ പോലെ അങ്ങനെ തോന്നില്ല. എൻ്റെ കോളേജത്തെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഡെസ്കിലും ഇതുപോലെ 3-4 പെൻ ഹോൾഡേഴ്സും അതിൽ കുറേ കളർ പെൻസിൽസ്, സ്കെച്ചസ്, അത് ഇത് ബ്ലാബ്ല അങ്ങനെ കുറേ സാധനങ്ങൾ അതുമ്മലും ഉണ്ട്. പിന്നെ കുറേ ബുക്സ്, പിന്നെ ഡെക്കറേഷന്, പാകക്കൂടെ അലമ്പാണ് തോന്നും. അങ്ങനെയൊക്കെ. ഇനി ഈ ഒരു പൗച്ചസ് ഇതും സോർട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെ കൂടെ ഞാൻ ഇവിടെ സോർട്ട് ചെയ്യാന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടെ ഇനി ഒക്കെ ഡെസ്കിൽ ഇങ്ങനെ തൂക്കിയിടണമെന്നുണ്ട്. എല്ലാം കൂടെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആകെ വൃത്തിയായിട്ടായിട്ട് നിൽക്കും ചെയ്യും. ഇനി ഇതാണ് നമ്മുടെ ഡേ 1. ഇതിലാണ് ഇനി പോളറോയിഡ് പാക്കിങ്സ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഒരു 4 സെറ്റ് പോളറോയിഡ് ഫോട്ടോസ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി എല്ലാതും വിൻറ്റേജ് തീമിൽ വരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വൈബ് സെറ്റ് ആവില്ലല്ലോ. അപ്പോൾ ആ വിൻറ്റേജ് വർക്ക്സ് എല്ലാം ഞാൻ ഷോർട്സ് ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാനത് ലോങ് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തില്ല, കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതായത് ഷോർട്സ് വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ ഞാനത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് തന്നെ ഒരു സെറ്റും കൂടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതാണ് ഇതിൽ 22 ഫോട്ടോസ് ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തത് 30 ഫോട്ടോസും പിന്നെ ഇത് 22 ഫോട്ടോസും, അങ്ങനെ 52 പോളറോയിഡ് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഇനി അടുത്തത് 2 സെറ്റ് പോളറോയിഡ്സും കൂടെ ഉണ്ട്. അത് വേറെ കസ്റ്റമറിനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അതിലൊരു സെറ്റും. ഇതെൻ്റെ അനിയത്തിയുടെ കൂടെ പഠിച്ച പിള്ളേരായിരുന്നു, അവളുടെ കൂടെ ഹൈസ്കൂളിൽ പഠിച്ച പിള്ളേരായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു സെറ്റ് ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പോളറോയിഡ് ഫോട്ടോസ് വരുന്നത്. അപ്പോൾ ഇത് 4 പാക്കിംഗ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഫസ്റ്റത്തെ 2 ഉണ്ടല്ലോ, അതായത് 30 ഫോട്ടോസും പിന്നെ 22 ഫോട്ടോസും വരുന്നത്, അതെന്തായാലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പാക്ക് ചെയ്യേണ്ടി വരും. കാരണം 30 പോളറോയിഡ് ഫോട്ടോസ് ആകുമ്പോൾ തന്നെ നമ്മളത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ കൂടെ മറ്റേ 22 കൂടെ, അതായത് മൊത്തത്തിൽ 52 വെച്ചിട്ട് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല തിക്നെസ് ഉണ്ടാകും. അപ്പോൾ പാക്ക് ചെയ്യുമ്പോഴും ഒരു വൃത്തി കിട്ടും ചെയ്യില്ല. പിന്നെ ഒന്നുകൂടെ നമുക്ക് ഈസി ആയിട്ടുള്ളത് സെപ്പറേറ്റ് പാക്ക് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ രണ്ടും സെപ്പറേറ്റ് തീമാണല്ലോ, അപ്പോൾ ഞാനും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് പോളറോയിഡ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കിംഗ് എസെൻഷ്യൽസ്. അപ്പോൾ ആദ്യം പാക്ക് ചെയ്യാൻ ഇതുപോലത്തെ എൻവലപ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, വൈറ്റ് എൻവലപ്സ്. ഇതിൻ്റെ ബ്രൗൺ ഒക്കെ നമ്മുടെ ഷോപ്സിൽ അവൈലബിൾ ആണ്. പിന്നെ ഇത് താങ്ക് യു കാർഡ്സ്, പിന്നെ ഇതിൻ്റെ ലോഗോ. അപ്പോൾ ഇതൊക്കെയാണ് പോളറോയിഡ്സ് പാക്ക് ചെയ്യുന്നതിൽ കാര്യമായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിൽ റെസിപ്റ്റും പിന്നെ ബട്ടർ പേപ്പറും കൂടെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മുമ്പ് ഞാൻ ഒരു പാക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടില്ലായിരുന്നു, സബ് ടൈറ്റിൽസ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ കൂടുതലായിട്ട്, അതായത് നമ്മളിങ്ങനെ കൊണ്ട്, അതായത് വോയിസ് ഓവർ കൊടുത്ത് കത്തിയടിക്കുന്ന അത്ര ഒരു സുഖം നമുക്ക് സബ് ടൈറ്റിൽസ് എഴുതുമ്പോൾ കിട്ടില്ലല്ലോ. അതായത് നമ്മളിങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് സംസാരിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ പോകാൻ പറ്റും. പക്ഷെ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എക്സാമിന് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 മാർക്കിനുള്ള ഉത്തരം തന്നെ എഴുതണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ കാര്യമായിട്ട് അങ്ങനെ കത്തിയടിക്കാൻ നിൽക്കില്ല. കാര്യം എന്താണോ അത് മാത്രം അവിടെ എഴുതി കൊടുത്തിട്ട് അങ്ങനെ പോകും. അപ്പോൾ അതാണ് വോയിസ് ഓവറും സബ് ടൈറ്റിൽസും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി കാണിച്ചതുകൊണ്ട്, അതായത് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലെ എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് പാക്ക് ചെയ്യുന്ന കാണിക്കണില്ല, എല്ലാ പാക്കിങ്ങിൻ്റെയും കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കുറച്ച് ഫ്രീബീസും, ഞാൻ എല്ലാ പോളറോയിഡ്സിൻ്റെയും കൂടെ ഒരു 4 ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സാണ്. ഇത് സ്റ്റിക്കർ ഷീറ്റിൽ പ്രിൻറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് സ്റ്റിക്കേഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ 4 സ്റ്റിക്കേഴ്സ് എല്ലാത്തിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റാപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ബട്ടർ പേപ്പറൊക്കെ ഞാൻ അതായത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും, പക്ഷേ ഒക്കെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മടങ്ങിയിട്ടൊക്കെ ഉണ്ട് ഓരോ സൈഡൊക്കെ. കാരണം ബട്ടർ പേപ്പർ വലിയ സൈസായിരിക്കുമല്ലോ, അതായത് 3 സൈസാണോ, അത് ഏതാ സൈസ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് അവർ തന്നെ ഫോൾഡ് ചെയ്തിട്ടായിരിക്കും തരിക. പിന്നെ ഞാൻ കട്ട് ചെയ്ത് എൻ്റെ ഭാഗം ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുമ്പോൾ കൂടെ ഇങ്ങനെ വൃത്തിയായിട്ടാകും. അപ്പോൾ ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാര്യമായിട്ട് പാക്കിംഗ് എന്ന് പറയാൻ നമ്മൾ നോർമലായിട്ടൊരു സാധനം എങ്ങനെയാണോ റാപ്പ് ചെയ്യുക ആ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പിന്നിലായിട്ട് ഇതുപോലെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു ഭാഗം നമ്മൾ, അതായത് ഫോൾഡ് ചെയ്ത് ലാസ്റ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ലോക്ക് ചെയ്ത് നിൽക്കാൻ എന്നുള്ള രീതിക്കാട്ടോ ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നത്. ഇതൊക്കെ ഫ്രീബീസ് ആയിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പ്രിൻറ്റ് ചെയ്തതായിരുന്നു. പിന്നെ ഇത് കുറച്ച് വലിയ സൈസിലുള്ള സ്റ്റിക്കേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതവിടെ ഒട്ടിച്ചു കൊടുക്കാം എന്നുള്ളത്. പിന്നെ ഞാൻ ഫസ്റ്റത്തെ, അതായത് ഒരു 52 ഫോട്ടോസിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നല്ലോ, അതായിരുന്നു ഞാൻ ആദ്യം പാക്ക് ചെയ്തിരുന്നത് കേട്ടോ. പക്ഷെ അതിൽ ഞാൻ ഒന്ന് ബബിൾ റാപ്പ് ചെയ്തിട്ടാണ് ചെയ്തത്, ബട്ടർ പേപ്പർ കൊണ്ട് ചെയ്യാൻ മറന്നുപോയി. ഞാൻ അന്തവിട്ട് കുത്തവഴുകിയിരിക്കുന്നത് തോന്നുന്നുണ്ട്. ഞാൻ എന്തോ ഓർമ്മയില്ലാണ്ട് അത് ബബിൾ റാപ്പ് ആദ്യം തന്നെ ചെയ്തത്. ഞങ്ങളുടെ വീടിൻ്റെ, അതായത് എൻ്റെ റൂമിൻ്റെ അപ്പുറത്ത്, അതായത് നമ്മുടെ മതിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെ, എന്നാലും നമ്മുടെ സ്ഥലത്ത് തന്നെയാണ്, അതായത് ഉപ്പാടെ കടമുറികളിൽ 2 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ അവർ ചില ദിവസങ്ങളിൽ വേണം ഉറക്കനെ പാട്ടിടും, ചില ദിവസം വല്ല ഓഞ്ഞ പാട്ടായിരിക്കും. മലയാളത്തെ പണ്ടത്തെ എന്നോ 90s കിഡ്സാണ് തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളത്തെ ആൾക്കാർ. നമ്മളൊക്കെ 2K കിഡ്സ് ആയതുകൊണ്ടായിരിക്കാം ചില 90s പാട്ടുകളൊന്നും കേൾക്കുമ്പോൾ എനിക്ക് അത്ര കണ്ട് ഡൈജസ്റ്റ് ആവാറില്ല. എനിക്ക് വേറൊരു കാര്യം ചെയ്യാനും പറ്റില്ല, എൻ്റെ കോൺസെൻട്രേഷൻ പോവുകയും ചെയ്യും. അതായത് ഞാൻ അധികം ഉച്ചയ്ക്കൊക്കെ ഇരുന്നിട്ടായിരിക്കും വോയിസ് ഓവറൊക്കെ കൊടുക്കുക. അപ്പോൾ അതും പറ്റില്ല, അവരുടെ ആ സോങ് ഇതിലിങ്ങനെ കാരണം നന്നായിട്ട് കേൾക്കും എൻ്റെ റൂമിക്ക്. അങ്ങനെ ഞാനിത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്തായാലും ഇത്, അതായത് പാക്കിംഗ് പ്രോസസ്സ് ഫുള്ളായിട്ട് കാണിക്കുന്നില്ലല്ലോ, കുറച്ച് ക്ലിപ്സല്ലേ കാണിക്കുന്നുള്ളൂ എന്നുള്ള ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇവർ സനന്തേരി കസത്തെ ആ ഒരു ടൈറ്റിൽ സോങ് ഉണ്ടല്ലോ അത് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അറിയാണ്ട് അതിലേക്ക് ഒന്ന് ലയിച്ചു പോയി. ഇപ്പോൾ അതായത് ഇപ്പോൾ റിലീസ് നടന്നിട്ടുണ്ടായിരുന്നല്ലോ സനന്തേരി കസം, അതുകൊണ്ടായിരിക്കും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് അതിലത്തെ സോങ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും ഇരുന്ന് അങ്ങനെ പാടുന്നുണ്ട്, ഞാൻ അങ്ങനെ പാക്ക് ചെയ്ത്
പോവുകയും ചെയ്തു. പിന്നെ പാക്ക് ചെയ്ത് രണ്ടാമത്തത് പാക്ക് ചെയ്തപ്പോഴായിരുന്നു അയ്യോ ഞാനത് ബബിൾ റാപ്പാണല്ലോ ആദ്യം തന്നെ ചെയ്തതെന്നുള്ള ബോധം വന്നത്. പിന്നെ ഞാനത് മാറ്റാൻ നിന്നില്ല, കാരണം 2-3-4 സെല്ലോ ടാപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുമല്ലൊരു അബദ്ധം പറ്റിപ്പോയി. പിന്നെ ഞാൻ ബാക്കി എല്ലാതും റാപ്പ് ചെയ്ത്, അതായത് കറക്റ്റ് ആയിട്ട് തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാക്കിങ് വരുന്നത്. പിന്നിൽ നമ്മൾ താങ്ക് യു കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. മുന്നിൽ ഇതുപോലെ അതായത് നമ്മുടെ ലോഗോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 ഓർഡേഴ്സ് നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പാക്കിംഗ് മെത്തേഡ് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമായിരുന്നു ഞാൻ ഡേ 1 ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വിൻറ്റേജ് പാക്കിങ്ങും അത് ഞാൻ പിന്നെ കാണിക്കുന്നില്ല. പിന്നെ റെസിപ്റ്റ്സ് ആഡ് ചെയ്യാനുണ്ട് ഇതിമേലൊക്കെ. റെസിപ്റ്റ് ഞാൻ തന്നെ സ്വയം ഡിസൈൻ ചെയ്തെടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പോളറോയിഡ്സ്, അതായത് 4 എന്നുള്ള രീതിക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ല സോറി, 4 അതായത് തന്നെ 2 പാക്കിങ് ഒരു കസ്റ്റമറിനാണല്ലോ. അപ്പോൾ അതിമേൽ ഒറ്റ റെസിപ്റ്റേ കൊടുക്കുന്നുള്ളൂ. മറ്റേത് രണ്ടും അതായത് ഒരു കസ്റ്റമർ തന്നെ, പക്ഷേ 2 ആൾക്കാർക്കുള്ള ഫോട്ടോസായിരുന്നു. അപ്പോൾ അതായത് ഞാൻ എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞല്ലോ, അവർ തന്നെ. അപ്പോൾ അത് 2 ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിമേൽ 2 സെപ്പറേറ്റ് റെസിപ്റ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ എൻ്റെ അടുത്ത് അവരൊരു ബോ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഫോട്ടോസുമെല്ലാം കൂടെ. അത് ഇങ്ങനെ കെട്ടിയിട്ട്, പക്ഷെ എനിക്കത് എങ്ങനെ കെട്ടേണ്ടതെന്നൊരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ അതിൽ സെപ്പറേറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു റിബണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണ്. കാരണം ഞാനതുമ്മ ഫോട്ടോസ് ഇങ്ങനെ ബോ പോലെ കെട്ടി കഴിഞ്ഞിട്ട് എനിക്കിതുപോലെ വൃത്തിക്ക് പാക്ക് ചെയ്യാൻ കഴിയണില്ലായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് തന്നെ അത് കെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഡേ 1. കൺഫ്യൂഷനാണ് ഇപ്പോൾ, ഇത് ഡേ 1 ആണോ ഡേ 2 ആണോ എന്നുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഡേ 2ലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ, അതായത് ഇത് ഞാനൊരു സ്റ്റിക്കർ ബുക്കും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഹ്യൂജ് സ്റ്റേഷനറി ഹാളിൽ. അപ്പോൾ ഇതിൽ ഇപ്പോൾ കാര്യമായിട്ട് വെക്കാൻ മാത്രത്തിലുള്ള സ്റ്റിക്കേഴ്സ് എൻ്റെ കയ്യിലില്ല, കാരണം ഇതിൽ ഈ ഒരു സൈസിലുള്ള സ്റ്റിക്കേഴ്സ് വേണം എന്നാലേ വൃത്തിക്ക് നിൽക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു സ്റ്റിക്കർ ബുക്ക് ഉണ്ട്, അപ്പോൾ ഞാൻ എല്ലാതും അതിലാണ് പെട്ട് വെക്കാറുള്ളത്. അപ്പോൾ ഇതൊരു ഇമോഷൻസ്, അതായത് ഇമോജി സ്റ്റിക്കേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അതിൻ്റെ ഒരു സെറ്റായിരുന്നു. അതിങ്ങനെ നീളത്തിലുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ അതെനിക്ക് എടുത്ത് വെക്കാൻ, അതായത് ഓർഗനൈസ് ചെയ്യാൻ ഒരു ഐഡിയ കിട്ടുന്നില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിക്കർ ബുക്കിൽ ഇട്ട് വെക്കാം. ഈ ഒരു സ്റ്റിക്കർ ബുക്കത്തെ ലീഫിൻ്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്താൽ നമുക്ക് അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ തപ്പിത്തറിയാൻ വേണ്ട. ഞാൻ ആകെ 3 സ്റ്റിക്കേഴ്സ് ആയിരുന്നു ആ ഒരു ഇതിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ 2 ഒരു ബുക്കിലെറ്റ് പോലത്തതായിരുന്നു. പിന്നെ ഇത് മാത്രമായിരുന്നു ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സോർട്ട് ചെയ്യാൻ ഏറ്റവും ഈസി ആയൊരു മാർഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 3 പീസായിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതായത് ആദ്യം നമ്മുടെ ആ ഒരു ലീഫിൻ്റെ സൈസിന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലീഫിൻ്റെ സൈസിൽ നിന്ന് കുറച്ചും കൂടെ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 3 വ്യത്യസ്തമായ ഒരു സൈസിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ അതൊന്നും കുഴപ്പമില്ല, നമ്മളെന്തായാലും ഇതൊന്ന് എടുത്ത് ഒട്ടിക്കുകയായിരിക്കുമല്ലോ ചെയ്യുക. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല. ഞാൻ ഈ സ്റ്റിക്കർ ബുക്കും കൂടെ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇതിൽ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കും അതായത് അതിന് വിചാരിച്ചു അപ്പോൾ ഒക്കെ കൂടെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ നന്നായിട്ട് ലോങ് ആയിട്ട് പോകും. അപ്പോൾ വിചാരിച്ചു അതായത് പിന്നെ ചെയ്യാം, എന്നിട്ട് പിന്നെ ചെയ്യുമ്പോൾ അത് വേറൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിക്കർ ബുക്ക്. പിന്നെ ഞാൻ അതായത് ആ സ്റ്റിക്കേഴ്സ് ഫ്രണ്ടിൽ വെച്ചിട്ടില്ല, കാരണം അത് എൻ്റെ ഒരു എസ്തെറ്റിക്സിന് അത്ര മാച്ചല്ല ആ സ്റ്റിക്കേഴ്സ്, ലൈക്ക് അതിൻ്റെ കളേഴ്സ്. അപ്പോൾ അത് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റിക്കർ ബുക്കിൻ്റെ ലുക്ക് അപ്പാടെ മാറും എനിക്ക് ഇങ്ങനെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനത് സെൻറ്ററിലാണ് തോന്നുന്നത്, ഇതൊരു റാൻഡം പേജിലാണ് അത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ പഴയ സ്റ്റിക്കർ ബുക്ക് കേട്ടോ. ഇതിലാണ് എല്ലാ വെട്ടി കൂട്ടി ബാക്കി വരുന്ന എല്ലാ ലെഫ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഇതിലാണ് ഞാൻ സൂക്ഷിച്ച് വെക്കാറുള്ളത്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മൾ കുറച്ച് സ്റ്റേഷനറീസ് റീസെൻ്റായിട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിലത്തെ പെൻസിൽസ് പിന്നെ ഹൈലൈറ്റേഴ്സ് അതിൻ്റെയൊക്കെ ഒരു ടെസ്റ്റിംഗ് ആണ് കേട്ടോ ഇനി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബൈൻഡർ ജേണലും ഞാൻ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നതായിരുന്നു, പക്ഷേ അതിൽ പേജസ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പേജസ് ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടെസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞത് അത് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്കൊരു അബദ്ധം മനസ്സിലായത്. ക്യാമറ ഞാൻ നോർമലി സെറ്റ് ചെയ്യുന്ന രീതിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി അതായത് ഈ ക്ലിപ്സിൻ്റെ ഭാഗം എത്തിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അതായത് ക്ലോസപ്പ് ആയിട്ട് ഷൂട്ട് ചെയ്താൽ മതിയായിരുന്നു എന്നിങ്ങനെ തോന്നി. പിന്നെ ലാസ്റ്റ് ആയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ, എഡിറ്റ് ചെയ്ത് എത്തി. വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് മതിയെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ മൈൽഡ് ലൈനേഴ്സിൻ്റെ, അതായത് സീബ്ര എന്നുള്ള ബ്രാൻഡിൻ്റെ മൈൽഡ് ലൈനേഴ്സിൻ്റെ ഡ്യൂപ്പാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അതായത് നല്ല ലൈറ്റ് ഷെയ്ഡ്സ് ആണ്, ഹൈലൈറ്റേഴ്സിൻ്റെ നല്ല ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. നമ്മുടെ ഡോംസിൻ്റെ ഒക്കെ പേസ്റ്റൽ ബ്രഷ് പെൻസ് ഉണ്ടല്ലോ, ആ ഒരു കൈൻഡ് ഓഫ് അതുപോലെ തന്നെ, പക്ഷെ അതിനേക്കാളും ലൈറ്റാണ് ഇതിൻ്റെ ഷെയ്ഡ്സ് വരുന്നത്. പിന്നെ ഈ ഒരു സെയിം പ്രോഡക്റ്റ് തന്നെ നമ്മുടെ മീഷോയിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ് തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് പേർത്തൊക്കെ കയ്യിൽ കണ്ടിട്ടുണ്ട് അത്.
അപ്പോൾ അതിൽ 5 വരുന്ന ഒരു സെറ്റായിരുന്നു കേട്ടോ. അതിൽ വേറെ ഉണ്ടായിരുന്നു, അതായത് 12 വരുന്ന സെറ്റൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, പല കളേഴ്സിലും. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ പാസ്റ്റൽ ഷെയ്ഡ്സ് ആയിരുന്നു ഇഷ്ടമായത്. അപ്പോൾ ഞാൻ ഈ ഒരു തീം എടുത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കളേഴ്സ്. അതിൽ ഒന്ന്, അതായത് ഒരു ഗ്രേ കളർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പിങ്ക്, പിന്നെ ഒരു കൈൻഡ് ഓഫ് ഗ്രീന്, പിന്നെ ഒരു കൈൻഡ് ഓഫ് ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ പോലത്തേതും, പിന്നെ ഒരു വയലറ്റും, അങ്ങനത്തെ ഷെയ്ഡ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ജെൽ പെൻസ്. ഇതിലത്തെ എല്ലാ പെൻസും ജെൽ പെൻസ് ആണ്, ബ്ലാക്ക് ജെൽ പെൻസ്. അപ്പോൾ എല്ലാ പെൻസൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല, എല്ലാ പെന്നിൻ്റെ സെറ്റിൽ നിന്ന് ഓരോ പെൻസാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഇതും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹൈലൈറ്ററാണ്. ഇത് കുഴപ്പമില്ല, ഓക്കെ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ്. അതായത് പിന്നെ ഇതിൽ കളേഴ്സും വ്യത്യസ്തമാണ് കേട്ടോ. അതായത് നമ്മൾ പുറത്ത് കാണുമ്പോൾ എല്ലാവരും കളറല്ല, അതിൻ്റെ അടപ്പ് തുറന്ന് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിലൊരു വയലറ്റൊക്കെ ഞാൻ യൂസ് ചെയ്തൊക്കെപ്പോൾ ഏതൊരു കൈൻഡ് ഓഫ് ബ്രൗൺ പോലത്തെയൊക്കെ ഒരു ഷെയ്ഡായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലൊരു ലൈറ്റ് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചത് കണ്ടു, പിങ്കിൻ്റെ അപ്പുറത്തുള്ളത്. അത് കൊടുത്ത് നോക്കിയപ്പോൾ അത് ഒരു ഫ്ലൂറസൻ കളർ പോലത്തേക്ക് ഒരു പീച്ച് ഷെയ്ഡൊക്കെ വന്നത്. ഞാൻ തന്നെ എന്താ വിട്ടു, ഇത് എന്തോ പുറത്തിങ്ങനെ ഉള്ളിലിങ്ങനെ നല്ല വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷേ അതായത് ഔട്ട്ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാനത് കണ്ട് വാങ്ങിച്ചതായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് മീഷോയിലൊക്കെ. അപ്പോൾ തന്നെ മീഷോന്ന് വാങ്ങിച്ച് കുറേ പേര് ഇങ്ങനെ അതായത് റിവ്യൂസ് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഓക്കെ എന്നുള്ള പ്രൊഡക്റ്റ് ആണ് എന്നുള്ള രീതിക്ക്. അപ്പോൾ അത്രയ്ക്കുള്ള എക്സ്പെക്റ്റേഷൻ തന്നെ ആയിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരുടെ കയ്യിലും കാണാറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. പിന്നെ അതായത് ഔട്ട്ലുക്ക് കാണാൻ ഭംഗിയുണ്ട്, അത് തന്നെയായിരുന്നു മെയിൻ റീസൺ. അപ്പോൾ അതൊക്കെയായിരുന്നു അത്. പിന്നെ ഇത് നമ്മുടെ മുജി എന്നുള്ള ബ്രാൻഡിൻ്റെ ഡ്യൂപ്പാണ്. അതായത് മെക്കാനിക്കൽ പെൻസിൽ ഉണ്ടല്ലോ, അതിൻ്റെ മെക്കാനിക്കൽ പെൻസിലിൻ്റെ ഡ്യൂപ്പാണ് കേട്ടോ. അതായത് നമ്മുടെ നോർമൽ ലെഡ് പെൻസിൽ ഉണ്ടല്ലോ, ആ സെയിം വർക്കിംഗ് തന്നെയാണ് ഇതും. സെയിം വർക്കിങ്ങും സെയിം മെക്കാനിസം, അത്ര തന്നെ. പിന്നെ അടുത്തത് ഇതും ജെൽ പെന്നാണ്. ഇതെല്ലാതും ബ്ലൂ അല്ല, ഒക്കെ നമ്മുടെ ബോൾ പെൻസ് പോലത്തെ ഒരു ഇതുപോലെ തോന്നും കണ്ടാൽ, പക്ഷേ ജെൽ പെൻസ് ആണ്. നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ള കളറാണ്, നല്ല സുഖമുണ്ട് എഴുതാൻ, അതായത് നല്ല സ്മൂത്തായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാനങ്ങനെ അതായത് നമ്മൾ നോർമലായിട്ട് റെഗുലറായിട്ട് അങ്ങനെ ജെൽ പെൻസ് വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല. ആദ്യമൊക്കെ ജേണലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ജെൽ പെൻസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് എഴുതി റെഡി ആവാത്തതുകൊണ്ട് ഞാനത് അങ്ങ് ഒഴിവാക്കി. ചില പേജസിലിട്ടോ, അതായത് ചില പേജസിൻ്റെ ടെക്സ്ചറിനനുസരിച്ചിട്ടിരിക്കും. കുറച്ച് സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ ജെൽ പെൻസിനെക്കാളും ഒന്നുകൂടെ ഈസി ആയിട്ട് എഴുതാൻ പറ്റിയ ബോൾ പെൻസാണ് തോന്നുന്നു. എന്നാൽ കുറച്ചുകൂടി അതായത് റഫായിട്ടുള്ള ടെക്സ്ചറാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേപ്പർ സർഫസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ജെൽ പെന്നാണ് നല്ലത് തോന്നും, കുറച്ചുകൂടെ വൃത്തി കിട്ടും. അങ്ങനെയൊക്കെയാണ് ഓരോരോ ഇത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കളേഴ്സ് ഇങ്ങനെ അതായത് സ്വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതെനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു. ഞാൻ കുറച്ചും കൂടെ അടുത്തുനിന്ന് ഷൂട്ട് ചെയ്യണമായിരുന്നു അത്. എന്തായാലും നിങ്ങളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യൂ. കുഴപ്പമില്ലാത്ത കളേഴ്സാണ്, അത്രേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതും അതിലത്തെ ഒരു പെന്ന്, ഇതും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ കളറ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പെൻ ആൻഡ് പെൻസിൽസിൻ്റെ ഒക്കെ സ്വാച്ചസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി അടുത്തത് എൻ്റെ ഒരു പൗച്ച് പാക്ക് ചെയ്യാനുണ്ട് എനിക്ക്, അതായത് കോളേജിലേക്കുള്ള. ഞാൻ ഇതിൻ്റെ മുമ്പ് അതായത് വാട്ട്സ് ഇൻ മൈ പെൻസിൽ കേസ് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൗച്ചായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് കോളേജിലേക്ക്. പിന്നെ ഞാൻ ഇതിൽ നിന്ന് അതായത് ടിമൂന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റി പിടിച്ചേക്കാം, പിള്ളേരുടെ ഇടയിലൊന്ന് ഒന്ന് ഷോ ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു പൗച്ചാക്കാമെന്ന് വിചാരിച്ച്. അതായത് ഒരാഴ്ച ഇത് കൊണ്ടുപോയിട്ട് അടുത്തൊരാഴ്ച അത് കൊണ്ടുപോകാമെന്നുള്ള രീതിക്കൊക്കെ. അപ്പോൾ ഇനി ഈ ഒരു പൗച്ചിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ആകെ ഇനി 2 പൗച്ച് തന്നെ ഉള്ളൂ, ഇതിങ്ങനെ മാറി മാറി ഷോ ഇറക്കേണ്ടി വരുന്നൊക്കെ. അപ്പോൾ ഇതിൽ ഈ ഒരു ഇനാമൽ പെന്ന് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്കത് അപ്പോൾ ഒരു മാച്ച് ഇട്ടാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ അതായത് അതിൻ്റെ ഉള്ളിൽ വെക്കാം, നമ്മൾ പെൻസിൽസും ഇതൊക്കെ വെക്കില്ല, ആ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. അവിടെ നല്ല മാച്ചുള്ള പോലെ തോന്നി എനിക്ക്. അതായത് ഈ ഒരു ബ്രൗൺ കളറിൽ ആ ഒരു ഇനാമൽ പെന്ന് ഇങ്ങനെ അതായത് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ടായിരുന്നു. ഞാനത് ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു അതായത് ഞാൻ നോർമൽ യൂസ് ചെയ്യുന്ന ഒരു പൗച്ച് ഉണ്ട്. ആ പൗച്ചിലാണ് എൻ്റെ ബേസിക് അതായത് എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിന് വേണ്ട എല്ലാ സാധാരണ സാമഗ്രികളും. ഇതിൽ ബേസിക് ആയിട്ടുള്ള പെന്ന്, പെൻസിൽ, ഹൈലൈറ്റർ, റൂളർ എക്സെട്ര അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പൗച്ചിൻ്റെ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിന് എത്ര 2 പൗണ്ടോ അതോ 3 പൗണ്ടോ അങ്ങനെ എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു തോന്നി. എനിക്ക് ഓർമ്മയില്ല, കുറേ കാലം മുമ്പ് ഓർഡർ ചെയ്തതായതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പ്രൈസ് എങ്ങനെയാണെന്നുള്ളത് ഓർമ്മയില്ല. അതിൻ്റെ ഒന്നും ലിങ്ക് ഇപ്പം എൻ്റെ കയ്യിലില്ല, കാരണം ഞാൻ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ അക്കൗണ്ടിലാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ പഴയതൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം നമ്മുടെ ടാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ആ ഒരു ക്ലൗഡ് കട്ടർ, പിന്നെ ഒരു ഓംലെറ്റിൻ്റെ ക്ലിപ്പ്, പിന്നെ ഈ ഒരു മെക്കാനിക്കൽ പെൻസിൽ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്തിനാണെന്നുള്ളത് ഞാൻ എൻ്റെ വാട്ട്സ് ഇൻ മൈ പെൻസിൽ കേസിൻ്റെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. പിന്നെ ഈ സ്റ്റേഷനറീസിൻ്റെ ഒക്കെ അതായത് വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുക, അതിൻ്റെ അൺബോക്സിങ് വീഡിയോയുടെ.
പിന്നെ അതിൽ ഒരു ജെൽ പെൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് എഴുതുമ്പോഴേക്ക് ജെൽ പെന്നോട് എഴുതുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ നോട്ട്സൊക്കെ എഴുതാൻ ബോൾ പെൻ തന്നെയാണ് നല്ലത് തോന്നും. പിന്നെ ഈ ഒരു ഷാർപ്പനറും ഇതെനിക്ക് എൻ്റെ കളർ പെൻസിൽസിൻ്റെ കൂടെ കിട്ടിയതായിരുന്നു. പക്ഷെ നല്ലൊരു മിനിമൽ ലുക്ക് ഉള്ളതുകൊണ്ട് ഞാനത് എൻ്റെ എസ്തറ്റിക്സിലേക്ക് പിടിച്ചിട്ടതാണത്. പിന്നെ ഈ ഒരു കാൽക്കുലേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റർ അത്ര അത്യാവശ്യം എന്ന് പറയാനൊന്നുമില്ല, കാരണം നമുക്ക് ഫോണിൽ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ. പിന്നെ ഈ 2 ഹൈലൈറ്റേഴ്സ്, ഒരു കൈൻഡ് ഓഫ് ഗ്രീനും പിന്നെ ഒരു ബ്രൗണും. ഇത് നമ്മളെ ഡോംസിൻ്റെ പാസ്റ്റൽ ബ്രഷ് പെൻസിൻ്റെ സെറ്റിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ ഇറേസർ. ഞാൻ ഏതൊരു ഷോപ്പിൽ പോയപ്പോഴേക്ക്, അതായത് ഇങ്ങനെ നമ്മൾ ആരെങ്കിലും GCC എന്നൊക്കെ വരുമ്പോൾ അങ്ങനത്തത് കൊണ്ടുവരാറുണ്ടല്ലോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എന്താണ് നൊസ്റ്റടിച്ച്, അപ്പോൾ ഞാനത് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. നല്ല യൂസ്ഫുൾ ആണ് എനിക്കത് കേട്ടോ. കുറേ ആയി ഞാനത് വാങ്ങിച്ചിട്ട്. പിന്നെ ഒരു വൈറ്റ് സിസറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ പെൻസിൽ കേസിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡേയ്സ് ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു കോണ്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക.